ബാലേന്ദ്രകുമാർ അന്ന് എനിക്ക് കേൾപ്പിച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പുകൾ അത് മുഴുവൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതിനകത്ത് കുറെ അധികം ഓഡിയോ ക്ലിപ്പുകളുണ്ട്. ദിലീപിന് ശബ്ദത്തിൽ ആ ശബ്ദം മുഴുവൻ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. സജീവൻ തേട്ടരാണോ മഞ്ജു വാര്യർക്കാണോ അറിയാവുന്നത് ദിലീപിന്റെ ശബ്ദമാണ് ഇത് തന്നെ എന്നുള്ളത്? അതറിഞ്ഞു. എന്നിട്ടും സജീവൻ തേട്ടയ്ക്ക് ഇപ്പൊ എന്താണ് പറയുന്നത്? മിമിക്രിക്കാരെ കൊണ്ട് ജയിച്ചു. ഏത് കോൺടെസ്റ്റ് ആണ് സാർ? ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ്? അതിനകത്ത് പരിചയട്ടെ, അത് നാളത്തെ ദിവസം കഴിയട്ടെ, അതെല്ലാം പുറത്തു വരും. ഏത് വോയിസ് ക്ലിപ്പില് ആരേതൊക്കെയാണ് എവിടെ പറഞ്ഞതെന്നുള്ള എല്ലാം ഓരോന്നിടത്ത് പുറത്തു വരും. നാളെ വിധി സമയം കഴിഞ്ഞോട്ടെ. നാളെ എന്തായാലും ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അറിയാമല്ലോ കൊച്ചാണോ പെണ്ണാണോ എന്നുള്ളത് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാൽ പോരെ? ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് പിന്നെ നീതിപീഠം ന്യായമായ വിധി നാളെ പ്രസ്താവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ഈ കൾപ്രിറ്റായിട്ടുള്ള ആളുകൾക്ക് നാളെ തീർച്ചയായും അത് അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. യാതൊരു സംശയമില്ല ഇതിനകത്ത്. ആരെയും ജയിലിലേക്ക് അയക്കാനോ അല്ല തന്നെ ആരുടെയുള്ള വൈരാഗ്യം കൊണ്ടോ ഒന്നും പറയുന്നതല്ല. അപ്പൊ ദിലീപിനെ വെറുതെ വിട്ടാൽ ഒരു ചോദ്യമുണ്ട് സാർ. ഒറ്റ ചോദ്യം. ദിലീപ് നിരപരാധിയാന്ന് പറഞ്ഞ് നാളെ വെറുതെ വിട്ടാൽ നീതിപീഠം നീതിയല്ലേ പറഞ്ഞത്? അതിന് ഉത്തരം പറയണം ബൈജു പറഞ്ഞ വാചകത്തെ തുടർന്ന് ഞാൻ സംസാരിക്കുന്നത്. നാളെ ആവട്ടെ നാളെ കഴിഞ്ഞിട്ട് സജീവൻ തേട്ടെ നാളെ ഉത്തരം പറയാം.